മത്തായി 6:26 ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നുവല്ലോ. നാളെയെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യോനാ പ്രവചനം 4:6 യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, ഇന്നു നിങ്ങളുടെ സങ്കടത്തിന്റെ കാരണം രോഗമോ, ദുഃഖമോ, കഷ്ടമോ, നഷ്ടമോ, സമ്പത്തോ, തലമുറയോ, ഇങ്ങനെ എന്തു തന്നെയായിരുന്നാലും ആ വിഷയത്തിന്മേൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവം സർവശക്തനാകയാൽ ദൈവത്തിന്റെ പ്രവർത്തിക്കായി കാത്തിരിക്കുക. മർക്കോസ് 8:1 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനോട് കൂടെ പാർത്ത ജനത്തെ പട്ടിണിയായി വിടുവാൻ മനസ്സില്ലാത്തതിനാൽ അവർക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവരെ തൃപ്തിപ്പെടുത്തിയ യേശുവിനോട് കൂടെ നാമും പാർക്കുന്നവരെങ്കിൽ ഈ കർത്താവ് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അതുകൊണ്ട് മറ്റു പലരെയും നോക്കിയിട്ട് എനിക്ക് നാളത്തേക്കായി കൂട്ടിവെക്കുവാൻ കളപ്പുരയിൽ ഒന്നുമില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെ, അനുദിനം ഒരു കുറവും കൂടാതെ നിങ്ങളെ പുലർത്തുവാൻ കഴിവുള്ള ദൈവത്തെ പൂർണ്ണമായും സ്നേഹിച്ചും അനുസരിച്ചും തന്റെ പ്രവർത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ കാനാവിലെ കല്യാണ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരം നൽകിയ ഈ കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. നിങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യവും സമ്പത്തും, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. God bless you.